മടി പിടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് എന്നും പറഞ്ഞ് അനിയത്തിയും കൊച്ചും കൂടെ കയറി വരുന്നത്. വന്ന സ്ഥിതിക്ക് അവർക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ. എൻ്റെ മടി അങ്ങനെ ഇരുന്നതുകൊണ്ട് അവൾ പറഞ്ഞു, നീ ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാന്ന്. അങ്ങനെ അവൾ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവൾ അതിൽ എക്സ്പേർട്ടാണേ. അപ്പോൾ ശർക്കരയും കപ്പലണ്ടിയും ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും കാര്യം എളുപ്പമായി. അങ്ങനെ അവൾ ശർക്കരയൊക്കെ പാനിയാക്കി അതൊക്കെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഗസ്റ്റിന് നമ്മൾ അങ്ങോട്ടാണ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സാരമില്ല, ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അതിനൊരു പരുവമുണ്ട്. അവൾ പറഞ്ഞ് വെള്ളത്തിലേക്ക് കുറച്ചെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന പരുവം, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവമാണ് പോലും കപ്പലണ്ടി മുട്ടായുടെ പരുവം. ഗൈസ്, നിങ്ങൾ അറിയാത്തവരാരെങ്കിലും ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ, എനിക്കിതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ എന്തായാലും അതിൻ്റെ പരുവമായതിനു ശേഷം അവൾ തീ ഓഫ് ചെയ്ത് അതിന് ശേഷം പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവുക. കാരണം ഇതിലേക്കാണ് നമുക്ക് ഇടേണ്ടത്, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിന് ശേഷം ഈ തീ ഓഫ് ചെയ്ത് വെച്ചല്ലോ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തിടണം, നമ്മുടെ മെയിൻ ഘടകമായ കപ്പലണ്ടി കുട്ടനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ നെയ്യ് തടവിയതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആദ്യമേ തന്നെ നമ്മൾ നെയ്യൊക്കെ തടവി സെറ്റാക്കി പാത്രം വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് നെയ്ക്കിയിട്ട് അതിനെ ഒന്ന് ഷേപ്പാക്കി എടുക്കണം. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നുമെങ്കിൽ ഈ ഷേപ്പാക്കുന്നത് ഇച്ചിരി പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി പലക ഉണ്ടല്ലോ, അതിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് വീട്ടിലുണ്ടെങ്കിലും അതിട്ട് ഉരുട്ടുമ്പോഴത്തേക്കും അതിലൊക്കെ ഇതാവത്തില്ലേ. അപ്പോൾ ഞാൻ സ്പൂൺ കഴുകണം, പാത്രം കഴുകണം, ആ കുഴലും എല്ലാം കഴുകണ്ടേ. അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, എടി നീ തൽക്കാലം സ്പൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യ്. അങ്ങനെ അവൾ ആ സ്പൂണ് വെച്ച് ഓറഞ്ചോ അതിനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് എന്തായാലും. ഇനി നമ്മളിതിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ തന്നെ ഒരു പിച്ചാത്തി വെച്ച് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അങ്ങ് കട്ടാക്കി വെക്കണം. മുറിച്ചെടുക്കേണ്ട, കട്ടാക്കി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇളക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നല്ല ഷേപ്പിനൊന്നും കിട്ടത്തില്ല. അപ്പോൾ നല്ല ഷേപ്പിന് അടിപൊളിയായിട്ട് കപ്പലണ്ടി മിഠായി കിട്ടും. നിങ്ങളത് ലാസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം. എന്തായാലും നമുക്കിതിനെ തണുപ്പിക്കാനായിട്ട് ഇച്ചിരി നേരം വെക്കാം. തണുപ്പിക്കാൻ ഫ്രിഡ്ജിലൊന്നും കയറ്റി വെച്ചേക്കല്ലേ, വെറുതെ നമ്മുടെ റൂമിൽ വെച്ചിരുന്നാൽ മതി. എന്തായാലും നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. അങ്ങനെ അവൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, കാരണം ഞാൻ ഡെയിലി ഉണ്ടാക്കുന്നതാടി, ഇപ്പം നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇളക്കിയെടുക്കും. അപ്പം സംഭവം ഇളവുന്നില്ല. കാരണം വേറൊന്നുമില്ല, എനിക്കൊന്ന് ബട്ടർ പേപ്പർ അങ്ങാനും ഇട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഇളവി വന്നേനെ. ഇളക്കി കാണിച്ചു ഇങ്ങോട്ട്. അങ്ങനെ എങ്ങനെയൊക്കെ ഇതിനൊക്കെ വലിച്ചിളക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിത് പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടോ, നല്ല സൗണ്ട് അല്ലായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സംഭവം ഷേപ്പ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളവി വരാഞ്ഞപ്പോൾ ഞാൻ അവളെ ഇച്ചിരി കളിയാക്കിയെങ്കിലും സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നേ. ഒരുപാട് വലുത് തന്നെ ഉണ്ട്. അത് മതി, അത് അപ്പോൾ വെറും ചമ്മന്തിയും ചോറും തിന്ന് അവസാനിക്കേണ്ട എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കപ്പലണ്ടി മുട്ടായും കൂടെ കിട്ടിയ കേസ്. അത് കടയിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആയപ്പോൾ അതിൻ്റെ ഒരു ഇരട്ടി മധുരമായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ ഷേപ്പിൽ എന്ത് കാര്യമല്ലേ, ഷേപ്പിലല്ലല്ലോ കാര്യം. അപ്പോൾ ടേസ്റ്റ് കിടിലനായിരുന്നു. കറക്റ്റ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നൊക്കെ ഒരു കപ്പലണ്ടി മുട്ടയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാമാരു, സൂപ്പറാണോ? അമ്മയാണോ? എന്തായാലും അവൾ വന്നതുകൊണ്ട് കപ്പലണ്ടി മുട്ടായും കിട്ടി. ഇന്നത്തേക്കൊരു കണ്ടൻറ്റുമായി. ഇന്ന് എന്ത് വീഡിയോ എടുത്തിടണം എന്നിങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ഇങ്ങനൊരു കണ്ടൻറ്റ് കിട്ടിയത്. എന്തായാലും കണ്ടൻറ്റ് തന്നതിലും തിന്നാനായിട്ട് കപ്പലണ്ടി മുട്ടായി തന്നതിലും അവളോട് എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ.